ഹായ് നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രമുഖമായ 4 ഫിയേഴ്സിനെ കുറിച്ചാണ്. ഒന്നാമത്തെ ഫിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് 60 വയസ്സ് വരെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇന്നിപ്പം നമുക്ക് നോക്കിയാൽ അറിയാം പല രീതിയിലുള്ള ഇൽനെസ്സുകളാണ് നമ്മളെ ചുറ്റുപാടും കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും അസുഖം വരുമോ, എനിക്ക് 60 വയസ്സ് വരെയൊക്കെ പണിയെടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആരോഗ്യം അപ്പോഴത്തേക്കും മോശമാവുമോ എന്നൊക്കെയുള്ള പേടിയാണ് പലർക്കും. ഇങ്ങനെ പേടിയുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസികൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിയറിനെ ഓവർകം ചെയ്യാനായിട്ട് അത്തരം ഇൻഷുറൻസ് കവറേജുകൾ സഹായിക്കുന്നതാണ്. പിന്നെ വരുന്ന ഒരു ഫിയർ എന്ന് പറഞ്ഞാൽ 60 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്നുള്ളതാണ്. അല്ലേ, നമ്മൾ ചിലർ പറയുന്നുണ്ട്, ഞാൻ ഇനി എത്ര നാളുണ്ടാവുമോ, എനിക്ക് കുടുംബത്തിനോടുള്ള എൻ്റെ കടപ്പാടുകൾ തീർക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ഡെത്ത് ഫിയർ ആണ്. ആ ഡെത്ത് ഫിയറിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ നമ്മൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം. കാരണം നമ്മളുടെ അഭാവത്തിൽ നമ്മളുടെ കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്നുള്ള ഫിയറാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു ഫിയറിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മളുടെ അഭാവത്തിലും നമ്മളുടെ കുടുംബത്തിന് ഒരു കൈത്താങ്ങാവാൻ അല്ലെങ്കിൽ അവരെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ലൈഫ് ഇൻഷുറൻസുകൾ സഹായിക്കുന്നതാണ്. പിന്നെ വരുന്ന ഫിയർ എന്ന് പറയുന്നത് നമുക്ക് ഒരു പെൻഷനൊക്കെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മൾ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ഫിയറാണ്. ഇന്ന് നമുക്കറിയാം, നമ്മൾ മക്കളെ നോക്കും, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല, അല്ലേ? കാരണം മക്കളെല്ലാം അവരുടെ ജീവിതമായിട്ട് ബിസിയായി പോകും. ചിലപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ടായില്ലെന്ന് വരാം. അപ്പം നമുക്കങ്ങനെ ആരെയും ആശ്രയിച്ചിട്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടത് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഏൺ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉള്ള ഒരു പോംവഴി. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പെൻഷൻ സ്കീം ഇന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും പെൻഷൻ സ്കീമുകൾ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ റിട്ടയർഡ് ആകുമ്പോഴല്ല ശ്രമിക്കേണ്ടത്. എത്ര നേരത്തെ, എത്ര വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമുക്ക് അതിന് പ്ലാൻ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ആകുമ്പോഴത്തേക്കും ആരെയും ബുദ്ധിമുട്ടിക്കാതെയും ആശ്രയിക്കാതെയും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെ ചെയ്തില്ലെങ്കിൽ അത്തരം ഫിയറുകളുള്ളവർ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ കാരണം വരുന്നത്. പിന്നെ ഉള്ളത് ഒരു ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചൈൽഡ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്, അല്ലേ? നമ്മൾ കുറച്ചും പ്രായമാകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഹയർ സ്റ്റഡീസൊക്കെ നടക്കുന്ന ആ സമയമാകുമ്പോൾ നമുക്ക് അതിന് പറ്റുമോ, നമ്മുടെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഉണ്ടാകുമ്പോൾ എങ്ങനെ നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കും, അങ്ങനെയുള്ള ചിന്തകൾ പല മാതാപിതാക്കൾക്കും കാണാറുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അത്തരം പേടി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടികളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ട പ്ലാൻ നമ്മൾ റെഡിയാക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ്റെ ടൈമിലല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. പല മാതാപിതാക്കളും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ആ കുട്ടി ജനിച്ചല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ കുട്ടി ഇനിയും 18-20 വയസ്സാവണ്ടേ കുട്ടിക്ക് ഹയർ സ്റ്റഡീസ് നോക്കാനായിട്ട്, അപ്പോൾ ആ സമയത്ത് നോക്കാമെന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജും അത്രയും വളർന്നിട്ടുണ്ടാവും, അല്ലേ? 10-18-20 വർഷം നമ്മളും വളർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ആരോഗ്യം ചിലപ്പോൾ നമ്മളെ സമ്മതിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ നമ്മളുടെ ജോലി ചിലപ്പോൾ നമുക്ക് ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഈ കാരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെന്ന് വരും. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. നമ്മളുടെ ഉത്തരവാദിത്തവും നമ്മുടെ ഡ്രീംസുമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും ഉണ്ട് പല ഡ്രീംസുകളും, എന്തെങ്കിലും ആവണം അല്ലെങ്കിൽ ആരായിത്തീരണം എന്നൊക്കെ ഉള്ളത്. അതിനവരെ സഹായിക്കുക എന്നുള്ളതിനാണ്ട് അവർ ജനിക്കുമ്പോൾ തന്നെ നമ്മളവരുടെ ചൈൽഡ് എഡ്യൂക്കേഷന് വേണ്ട പ്ലാനുകൾ റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അത് അന്ന് ചെയ്തില്ല, ഇപ്പോൾ കുട്ടികൾ ചിലപ്പോൾ 4-5 വയസ്സായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 10 വയസ്സായിട്ടുണ്ട്. പക്ഷെ ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ മുന്നിൽ ഇനി അധികം ദിവസങ്ങളില്ല, അല്ലെങ്കിൽ അധികം മാസങ്ങളില്ല, അധികം വർഷങ്ങളില്ലെങ്കിൽ പോലും ഇന്നേയെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത് ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ടൈമിൽ നമ്മൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പെനാൽറ്റി പാരൻ്റായിട്ട് മാറും. കുട്ടികൾ പിന്നെ ജോലി കിട്ടിക്കഴിയുമ്പോൾ എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് അവരെ എത്തിക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുക. നമ്മൾ പെൻഷൻ സ്കീം, അതുപോലെ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി, പിന്നെ ചൈൽഡ് എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ആരുടെ മുന്നിൽ
കൈ നീട്ടേണ്ടി വരാതെ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ഗോളുകളും ഫുൾഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുക. അതുപോലെ കൃത്യമായ ഒരു ഗൈഡൻസോട് കൂടി ഇത്തരം പ്ലാനുകളൊക്കെ റെഡിയാക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.